അവരുടെ പേര് രേവതിയാണ്. നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. 4 വർഷങ്ങൾക്ക് ശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മറനീക്കി പുറത്തു വന്നതും പല നടന്മാരുടെയും പേരുകൾ വാർത്താമാധ്യമങ്ങളിൽ നിറയുകയാണ്. നടിമാരോട് ഒരു പതിറ്റാണ്ട് മുൻപ് വരെ നടത്തിയ മോശം പെരുമാറ്റങ്ങളുടെ വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ സംവിധായകൻ രഞ്ജിത്തിനെതിരെ കൂടുതൽ ആരോപണങ്ങളുമായി പീഡന പരാതി ഉന്നയിച്ച യുവാവ് രംഗത്തെത്തിയിരിക്കുകയാണ്. രഞ്ജിത്ത് തന്റെ നഗ്ന ചിത്രങ്ങളെടുത്ത് ഒരു നടിക്കാണ് അയച്ചു നൽകിയതെന്നും യുവാവ് ആരോപിക്കുന്നു. മാധ്യമങ്ങളോട് സംസാരിക്കവെയായിരുന്നു യുവാവിന്റെ ആരോപണം. 2012 രഞ്ജിത്ത് തന്നെ പീഡിപ്പിച്ചതെന്നാണ് യുവാവ് പറയുന്നത്. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചുവെന്നാണ് ആരോപണം. സംഭവത്തിൽ യുവാവ് പരാതി നൽകിയിട്ടുണ്ട്. രഞ്ജിത്ത് ആവശ്യപ്പെട്ടത് പ്രകാരം താൻ ബാംഗ്ലൂരിലെ ഹോട്ടലിൽ എത്തുമ്പോൾ അദ്ദേഹം ഫോണിൽ ഒരു നടിയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. തന്നെ നഗ്നനാക്കി നിർത്തിയ ശേഷം ഒരു ഫോട്ടോ എടുത്ത് അയച്ചു നൽകുകയായിരുന്നു. ഒരു നടിക്കാണ് ഫോട്ടോ അയച്ചതെന്നാണ് രഞ്ജിത്ത് അന്ന് പറഞ്ഞതെന്ന് യുവാവ് പറഞ്ഞു. സംവിധായകൻ രഞ്ജിത്ത് അദ്ദേഹത്തിന്റെ റൂമിൽ ചെന്ന് എന്നോട് നഗ്നനായി നിൽക്കാൻ പറഞ്ഞ സമയത്ത് അദ്ദേഹം ഒരു നടിയുമായി സംസാരിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്നു. രഞ്ജിത്ത് എന്റെ ഫോട്ടോ എടുത്തിട്ട് അവർക്ക് അയച്ചു കൊടുത്തു. ഞാൻ ചോദിച്ചു ആർക്കാണ് അയക്കുന്നതെന്ന്. അപ്പോൾ രഞ്ജിത്ത് പറഞ്ഞു ഒരു നടിക്കാണ് അയച്ചതെന്ന്. നിന്റെ ഫോട്ടോ കണ്ടിട്ട് അവർക്ക് ഇഷ്ടമായെന്ന് അദ്ദേഹം പറഞ്ഞു. 2012 സംഭവം ഉണ്ടാകുന്നതെന്നാണ് യുവാവ് പറയുന്നത്. +2 പഠിക്കുന്ന താൻ കോഴിക്കോട് ബാവൂട്ടിയുടെ നാമത്തിൽ എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് രഞ്ജിത്തിനെ കാണുന്നത്. അവസരം ചോദിച്ചെത്തിയ തനിക്ക് രഞ്ജിത്ത് ഹോട്ടലിൽ വെച്ച് ടിഷ്യൂ പേപ്പറിൽ നമ്പർ എഴുതി നൽകി. തുടർന്ന് തന്നോട് 2 ദിവസത്തിനകം ബാംഗ്ലൂരിൽ എത്താൻ പറഞ്ഞു. തുടർന്ന് ബാംഗ്ലൂരിൽ രാത്രി 10 മണിയോടെ എത്തിയ തന്നോട് ഹോട്ടലിന്റെ പിൻവശത്തെ മുറിയിലൂടെ അകത്തേക്ക് വരാൻ ആവശ്യപ്പെട്ടു. അകത്തെത്തിയ ശേഷം രഞ്ജിത്ത് തനിക്ക് മദ്യം തരികയും കുടിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തു. മദ്യലഹരിയിലായ തന്നെ വിവസ്ത്രനാക്കുകയും പീഡിപ്പിക്കുകയുമായിരുന്നു എന്നാണ് യുവാവിന്റെ ആരോപണം. സംഭവത്തിൽ പരാതി നൽകി യുവാവ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവത്തെക്കുറിച്ച് 2-3 പേരോട് പറഞ്ഞുവെങ്കിലും അവർ അത് വിശ്വസിക്കാൻ തയ്യാറായില്ല എന്നാണ് യുവാവ് പറയുന്നത്. സംഭവത്തെക്കുറിച്ച് താൻ കാവ്യമാധവനോട് പറഞ്ഞിട്ടുണ്ടെന്നും യുവാവ് പറയുന്നു. അവർക്ക് ഞാൻ മെസ്സേജ് അയച്ചു. മാഡത്തിന്റെ സിനിമയുടെ ഷൂട്ടിന് വന്നപ്പോൾ രഞ്ജിത്ത് എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറിയെന്ന് പറഞ്ഞു. അവർ മെസ്സേജ് കണ്ടുവെങ്കിലും മറുപടി തരികയോ പ്രതികരിക്കുകയോ ചെയ്തിട്ടില്ല. ഇടവേള ബാബുവിനോടും പറഞ്ഞിരുന്നു. അയാളും ഇതുപോലെ തന്നെയാണ് എന്നോട് പെരുമാറിയത് എന്നും യുവാവ് പറയുന്നു. എനിക്ക് നിന്നെ ഒന്ന് കാണണം, ഫോട്ടോസ് അയച്ചു തരാൻ അദ്ദേഹം പറഞ്ഞു. ഞാൻ എൻ്റെ ഫോട്ടോസ് അയച്ചു കൊടുത്തു. ഇങ്ങനെയല്ല, ന്യൂഡാണ് വേണ്ടതെന്നായിരുന്നു മറുപടിയെന്നും യുവാവ് വെളിപ്പെടുത്തുന്നുണ്ട്. രഞ്ജിത്ത് നിന്നെ യൂസ് ചെയ്തോ, എനിക്കൊന്ന് കാണാൻ പറ്റുമോ എന്നായിരുന്നു. അല്ലാതെ ഞാൻ നിന്നെ സഹായിക്കാം എന്നായിരുന്നില്ല ഇടവേള ബാബുവിൻ്റെ പ്രതികരണം. അദ്ദേഹത്തിന് എന്നെ കാണുകയായിരുന്നു വേണ്ടത്. ഈ സംഭവം നടക്കുന്നത് 9 മാസം മുമ്പായിരുന്നു. അതിന്റെ തെളിവ് എൻ്റെ കയ്യിലുണ്ടെന്നും യുവാവ് പറയുകയാണ്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.